ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ഇത് ഏത് രീതിയിൽ കഴിക്കണം, സ്കിന്നിനാണെങ്കിൽ ഏത് രീതിയിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈന്തപ്പഴം എന്ന് പറയുന്നത് ധാരാളം ഫൈബറും അതുപോലെ ആന്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഒന്നാമത്, ഈന്തപ്പഴം ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹേർട്ടിന്റെ ഹെൽത്തിനെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഹേർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയുള്ള ധാരാളം ന്യൂട്രിയൻസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവലിനെ കുറച്ചിട്ട് കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ഈ ഒരു ഈന്തപ്പഴം ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. രണ്ടാമത്, ഡേറ്റ്സ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഇത് ധാരാളം ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ ഈ ഒരു ഡേറ്റ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഹെൽത്തിനും സ്കിന്നിനെ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. 100 ഗ്രാം ഡേറ്റ്സ് എടുക്കുകയാണെങ്കിൽ 0.4 mg വൈറ്റമിൻ സി കാണും, 0.1 mg വൈറ്റമിൻ ഡിയും 10 IU അതായത് 10 ഇന്റർനാഷണൽ യൂണിറ്റോളം വൈറ്റമിൻ എയും ഉണ്ട് എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഈ ഒരു വൈറ്റമിൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. മൂന്നാമത്, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫംഗ്ഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതായത് സ്റ്റഡീസിൽ ഡേറ്റ്സ് കഴിക്കുന്നവരും കഴിക്കാത്തവരും വെച്ചുള്ള സ്റ്റഡീസ് എടുത്തപ്പോഴത്തേക്കും ഡേറ്റ്സ് ഡെയിലി ബേസിസിൽ കഴിക്കുന്നവരിൽ ബ്രെയിൻ ഫംഗ്ഷൻ ഒന്നുകൂടി കൂടിയതായിട്ടും മെമ്മറി ഒന്നും കൂടി ബൂസ്റ്റ് ആയതായിട്ടും ആ ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡേറ്റ്സ് ഡെയിലി ബേസിസിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അൽഷിമേഴ്സ്, ആൻസൈറ്റി പോലുള്ള അസുഖങ്ങളെ കുറയ്ക്കാനും ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇനി കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ ഡേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയും ഡേറ്റ്സിന് ഒരു ഉപയോഗമുണ്ട്. നാലാമത്, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അയൺ കണ്ടന്റ് ഉണ്ട്. ഈ ഒരു അയൺ നമ്മുടെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനും ബ്ലഡ് പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യും. സോ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹെയർ ഫോൾ ആണ് എങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. അതായത് ഇങ്ങനെ ബ്ലഡ് പ്രൊഡക്ഷൻ, ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനും ബ്ലഡ് പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ കൂടാനും അതുവഴി ഹെയർ ഫോൾ കുറയാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹെയർ ഫോൾ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ ഡേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡേറ്റ്സ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ അയൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയ കുറയ്ക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇതിനോടൊപ്പം തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഡേറ്റ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിപ്പേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ കിഡ്നി പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയും ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഡെയിലി ബേസിസിൽ ഡേറ്റ്സ് കഴിക്കുന്നവർക്ക് കിഡ്നി സ്റ്റോൺ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് വരാതിരിക്കാനും കിഡ്നി സ്റ്റോൺസിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താനും ഹെൽപ്പ് ചെയ്യുമെന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ ഡേറ്റ്സ് ആ ഒരു രീതിയിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഡേറ്റ്സ് കഴിക്കാവോ കഴിക്കാൻ പാടില്ലയോ എന്ന് ഡൗട്ട് വരുന്ന ചില സമയങ്ങളുണ്ട്. ഒന്നാമത് പ്രഗ്നൻസിയിൽ ഡേറ്റ്സ് കഴിക്കാവോ? ആക്ച്വലി പ്രഗ്നൻസിയിൽ ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ്സ് വളരെ ചെറിയ, അതായത് 2-3 ഡേറ്റ്സ് വെച്ച് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിന് പകരം ഒരുപാട് ബെനിഫിറ്റ്സ് മാത്രമേ ഡേറ്റ്സ് തരാറുള്ളൂ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് ഡേറ്റ്സ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയിൽ വരുന്ന അനീമിയ കണ്ടീഷൻ, അതായത് അയൺ ഇതിൽ ധാരാളം അയൺ ഉള്ളതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാതിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രഗ്നൻസിയിൽ വരുന്ന പ്രഗ്നൻസി കോൺസ്റ്റിപ്പേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്ത് നിർത്താനും ഡേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം പ്രഗ്നൻസിയുടെ 36 വീക്സ് തൊട്ട് നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ പ്രഗ്നൻസി കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ ഡേറ്റ്സ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഡെയിലി ഒരു 2-3 ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവില്ല. അത് ഒരുപാട് ബെനിഫിറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഡേറ്റ്സ് കഴിക്കാൻ പാടില്ലാത്ത എപ്പോഴാണെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ ഇപ്പം നിങ്ങൾക്ക് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലാത്ത കണ്ടീഷനിലാണ് എങ്കിൽ നിങ്ങൾ ഡോക്ടറിനോട് പറയാതെ ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കും. ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന്റെ ഡേറ്റ്സ് കഴിക്കാവോ?
ആക്ച്വലി ഡേറ്റ്സിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. എന്നാലും ഡേറ്റ്സ് ഇപ്പം നിങ്ങൾക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് അല്ല എങ്കിൽ എപ്പോഴും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണുന്ന ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഷുഗർ കൺട്രോൾഡ് ആണ് എങ്കിൽ ഡെയിലി 2-3 ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഡേറ്റ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡേറ്റ്സ് പല ഫോമിൽ കിട്ടും. അതായത് ഡേറ്റ്സിന്റെ സിറപ്പ് കിട്ടും, ഡേറ്റ്സിന്റെ പേസ്റ്റ് കിട്ടും, ഇങ്ങനെ പല ഫോംസിൽ ഡേറ്റ്സ് കിട്ടാറുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഡേറ്റ്സിൽ പല പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ പല എക്സ്ട്രാ സ്വീറ്റനിങ് ഏജൻറ്റ്സ് ഒക്കെ അതിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്യുവർ ആയിട്ടുള്ള ഡേറ്റ്സ് വാങ്ങി പ്യുവർ ആയിട്ടുള്ള ഡേറ്റ്സ് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അതുകൊണ്ട് തന്നെ പ്യുവർ ആയിട്ടുള്ള ഡേറ്റ്സ് വാങ്ങാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഡേറ്റ്സ് എന്ന് പറയുന്നത് പല ടൈപ്സിലുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. ചില ഡേറ്റ്സ് നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല മധുരമായിരിക്കും. സോ അങ്ങനത്തെ ഡേറ്റ്സിനെക്കാളും ഒരു മീഡിയം മധുരമുള്ള, കുറച്ച് വലിപ്പമുള്ള, അതായത് കുറച്ച് കട്ടിയൊക്കെ ഉള്ള ഡേറ്റ്സ് കിട്ടുമല്ലോ, കുറച്ച് കട്ടിയുള്ള ആ ഒരു ടൈപ്പിലെ ഡേറ്റ്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനത്തെ ഡേറ്റ്സ് നോക്കി വാങ്ങാനായിട്ട് നോക്കുക. ഇനി ഡേറ്റ്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഏത് രീതിയിൽ കഴിക്കാം? ഒന്നാമത് ഡേറ്റ്സ് നമുക്ക് നോർമൽ ആയിട്ട് കഴിക്കാം. ഡെയിലി ഒരു 3-4 ഡേറ്റ്സ് നോർമൽ ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഇതുപോലെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടും. രണ്ടാമത്തെ ഡേറ്റ്സ് വെച്ച് നമുക്ക് ഷേക്ക് പോലെ എന്തെങ്കിലും അടിച്ചു കുടിക്കാവുന്നതാണ്. അതായത് ഡേറ്റ്സും അതിൻ്റെ കൂട്ട് ഡേറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് വാൾനട്ട്, ആൽമണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു പഴമോ അല്ലെങ്കിൽ ആപ്പിളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് പാലുമായിട്ട് അടിച്ച് നമുക്ക് അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. മൂന്നാമത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ, അതായത് ഡേറ്റ്സിൻ്റെ അകത്ത് കുറച്ച് ഓട്സ്, അങ്ങനത്തെ അതിൻ്റെ അകത്ത് കുറച്ച് ഓട്സും ബനാന ഇങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ വേണമെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് സൂത്തി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്കിന്നിൽ എങ്ങനെ ഈ ഒരു ഈന്തപ്പഴം യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഈ രീതിയിലൊക്കെ കഴിച്ചാൽ നമുക്ക് സ്കിന്നിന് ഇത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിന്നിൽ ഇതൊരു പാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് 2-3 ഈന്തപ്പഴം എടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക കുറച്ച് പാലിൻ്റെ അകത്ത്. എന്നിട്ട് അത് നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ഈ ഒരു അടിച്ചെടുത്തതിലേക്ക് കുറച്ച് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ റവയില്ലേ, അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം യൂസ് ചെയ്യാം. അല്ല നമ്മുടെ ഫേസിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനോ ഒന്ന് സൂത്ത് ചെയ്യാനോ ഒക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കാം. സോ ഇനി ഡേറ്റ്സിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഡേറ്റ്സിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഡേറ്റ്സിന് വരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാടായിട്ട് കഴിക്കുകയാണെങ്കിലാണ് സൈഡ് എഫക്ട്സ് വരുന്നത്. അതായത് ചിലരിൽ ഇത് കുറച്ച് കഴിക്കുകയാണെങ്കിൽ ബ്ലോട്ടിങ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കി നേച്ചർ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിച്ചിട്ട് ഒന്നും നന്നായിട്ട് കഴിവില്ലെങ്കിൽ ചിലപ്പോൾ പല്ലിന് കേടൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡേറ്റ്സ് ചിലർക്ക് അലർജി ആയിരിക്കും. അങ്ങനെ അലർജി ആയിട്ടുള്ളവർ ചിലപ്പോൾ കഴിക്കുകയാണെങ്കിലോ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ ഒക്കെ ചിലപ്പോൾ അലർജീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് മാത്രമേ ഡേറ്റ്സിനുള്ളൂ. അതായത് ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസും ഇല്ല. ഒരുപാട് ബെനിഫിറ്റ്സ് മാത്രമേ നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഇത് തരത്തുള്ളൂ. സോ ഈ ഒരു രീതിയിലൊക്കെ ഡേറ്റ്സ് നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു ഡേറ്റ്സ് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഉണ്ടാവും. സോ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി, ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.